ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാളത്തിലെ കൊള്ളിവാക്കല്ലാതൊന്നും എന്ന പാഠഭാഗം ഒരു കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ സെറ്റാക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. എങ്ങനെ ചോദ്യം വന്നാലും ഉത്തരം എഴുതണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? പാഠഭാഗത്തിൻ്റെ മുഴുവൻ ആശയവും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആശയത്തിനെ നിങ്ങളെ കയ്യിലേക്ക് തന്ന് അതിൽ നിന്നുള്ള പ്രധാന ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം? മക്കൾ രേഖപ്പെടുത്തണം. ഓക്കെ അല്ലേ? ഓക്കെ, തുടങ്ങാം. കൊള്ളിവാക്കല്ലാതൊന്നും കുഞ്ചൻ നമ്പ്യാർ. പാഠസംഗ്രഹത്തിലേക്ക് വരാം. ഒരു മുഖവുര പോലും വേണ്ടാത്ത വിധം മലയാളിക്ക് പരിചിതനാണ് കുഞ്ചൻ നമ്പ്യാർ. അതുകൊണ്ട് ഞാൻ ഇവിടെ മുഖവുര തന്നിട്ടില്ല. കുഞ്ചൻ നമ്പ്യാർ എന്ന് കേട്ടപ്പോൾ തുള്ളൽ എന്നുള്ള കാര്യമാണ് ഇവിടെ പരാമർശിക്കപ്പെടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിനകത്ത് കത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മുഖവുര പോലും വേണ്ടാത്ത വിധം മലയാളിക്ക് പരിചിതനാണ് കുഞ്ചൻ നമ്പ്യാർ. ഫലിത പരിഹാസങ്ങൾ കൊണ്ട് മലയാള കവിതയെ ജനകീയമാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കവിതയെ ചാട്ടവാറാക്കിയ എഴുത്തുകാരൻ എന്നൊരു വിശേഷണം കൂടി ആർക്കുണ്ട്? കുഞ്ചൻ നമ്പ്യാർക്കുണ്ട്. ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കും പല അസമത്വങ്ങൾക്കുമെതിരെ തൻ്റെ കവിതയെ ചാട്ടവാറാക്കി മാറ്റി പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ആര്? കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാർ കവിതകളുടെ പ്രത്യേകതകളെല്ലാം കാണുന്ന ഒരു പാഠഭാഗമാണ് കൊള്ളിവാക്കല്ലാതൊന്നും. ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന പലതിനെയും വിമർശിക്കുന്ന രൂപത്തിലുള്ള ഒരു പാഠഭാഗമാണ് കൊള്ളിവാക്കല്ലാതൊന്നും. സാമൂഹ്യ വിമർശനം, ഫലിത പരിഹാസം, ലളിതമായ ഭാഷാശൈലി എന്നിവയെല്ലാം നമുക്ക് ഈ ഭാഗത്ത് കാണാം. പതിവ് ഹാസ്യരീതി നിലനിർത്തുമ്പോൾ തന്നെ സ്ത്രീ ജീവിതത്തിൻ്റെ നിസ്സഹായതയും ദയനീയവുമായ വശം കൂടി നമ്പ്യാർ ഇവിടെ അവതരിപ്പിക്കുന്നു. ശീലാവതി ചരിതം എന്ന നമ്പ്യാരുടെ ശീതങ്കൻ തുള്ളലിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കൊള്ളിവാക്കല്ലാതൊന്നും. സെറ്റാണല്ലോ? ആമുഖം, ഉപന്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ള ആമുഖമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദെൻ നമ്മുടെ പുരാണ കഥകളിൽ ഉത്തമയായ ഭാര്യയുടെ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രമാണ് ശീലാവതി. ഓളൊരു വലിയ ശീലാവതി ചമയുന്നു എന്നൊക്കെയുള്ള പരാമർശം നമ്മൾ കേട്ടിട്ടുണ്ട്. ശീലാവതി എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്ത്രീ, ഒന്നിനോടും പ്രതികരിക്കാതെ ഒന്നിനോടും എല്ലാം സഹിച്ച് സർവം സഹയായി നിൽക്കുന്നൊരു കഥാപാത്രമായിട്ട് പുരാണത്തിൽ അവതരിപ്പിക്കപ്പെട്ടൊരു കഥാപാത്രമാണ്. സ്ത്രീകളെ എപ്പോഴും നിലക്ക് നിർത്താൻ വേണ്ടി സമൂഹം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണിത്. കുലീനയും സൽസ്വഭാവിയും പതിവ്രതാരത്നവുമായി അവതരിപ്പിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രം. പുരാണ കഥയിലെ പ്രസിദ്ധനായ അത്രി മഹർഷിയുടെ മകനായ ഉഗ്രസ്രവസിൻ്റെ പത്നിയായിരുന്നു ശീലാവതി. പുരാണ കഥയിലെ പ്രസിദ്ധനായ അത്രി മഹർഷിയുടെ മകനായ ഉഗ്രസ്രവസ് എന്ന മഹർഷിയുടെ ഭാര്യയായിരുന്നു ആര്? ശീലാവതി. ഓർമ്മയിൽ വെക്കുക, ഉഗ്രസ്രവസ്. ഉഗ്രസ്രവസ് ആകട്ടെ ദുസ്വഭാവിയും ക്ഷിപ്രകോപിയും സ്ത്രീലമ്പടനുമായിരുന്നു. മഹാവൃത്തികെട്ട സ്വഭാവമായിരുന്നു ആർക്ക്? ഉഗ്രസ്രവസിനുണ്ടായിരുന്നത്. ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ടായിരുന്നു. ക്ഷിപ്രകോപി ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് എന്ത് ചെയ്യും? ദേഷ്യം പിടിക്കും. അതോടൊപ്പം സ്ത്രീലമ്പടനുമായിരുന്നു. കൂടാതെ അദ്ദേഹം കുഷ്ഠരോഗിയുമായിരുന്നു. എത്രയൊക്കെ സ്വഭാവ വൈകല്യങ്ങൾ തൻ്റെ ഭർത്താവിനുണ്ടായിരുന്നെങ്കിലും അതൊന്നും വകവെക്കാതെ വളരെ സ്നേഹാദരങ്ങളോടെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ഭർത്താവിനെ ശീലാവതി ശുശ്രൂഷിച്ചു, പരിചരിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ട് കൂടിയും ഭർത്താവിനോട് ചെയ്യേണ്ട തൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റാൻ ആര് ശ്രദ്ധിച്ചിരുന്നു? ശീലാവതി. ധനികരായ ബ്രാഹ്മണരുടെ വീടുകളിൽ ഭിക്ഷയാചിച്ച് ശീലാവതി തന്നെയായിരുന്നു കുടുംബം പോറ്റിയിരുന്നത്. കാരണം ഭർത്താവിന് കുഷ്ഠരോഗമാണ്, മറ്റു അസുഖങ്ങളുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ കുടുംബത്തെ മുന്നോട്ട് പോറ്റിയിരുന്നതും ആര് തന്നെയായിരുന്നു? ശീലാവതി തന്നെയായിരുന്നു. ബ്രാഹ്മണരുടെ വീടുകളിൽ ഭിക്ഷയാചിച്ച് ശീലാവതി തന്നെയായിരുന്നു കുടുംബം പോറ്റിയിരുന്നത്. ഇത്തരത്തിൽ ഭർത്തൃ പരിചരണം ജീവിത വ്രതമാക്കിയ ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ കൃതിയിലെ ശീലാവതി. ഇനി എന്തായിരുന്നു? ഉഗ്രസ്രവസ് എന്ന ക്ഷിപ്രകോപിയും ദുശീലക്കാരനുമായ മുനികുമാരനെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ എത്ര കണ്ട് പരിചരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ രോഗത്തിനും സ്വഭാവത്തിനും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. രോഗവും മാറുന്നില്ല, സ്വഭാവത്തിനൊരു മാറ്റവും വരുന്നില്ല. പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, എന്തിനും കുറ്റം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഭർത്താവിനെ കുറിച്ച് ശീലാവതിക്കുള്ള പരിഭവങ്ങളാണ് പാഠസന്ദർഭം. ആ ഉഗ്രസ്രവസ് എന്ന ഭർത്താവിനെ കുറിച്ച് നമ്മുടെ കഥാപാത്രമായ ശീലാവതി പറയുന്ന പരിഭവങ്ങളാണ് പാഠസന്ദർഭം. കൃത്യസമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ രോഗം മാറാൻ വേണ്ടിയുള്ള കഷായങ്ങളും മുക്കിടി മുതലായ ഔഷധവും എല്ലാം കൊടുത്തിട്ടും ഭർത്താവിൻ്റെ രോഗത്തിന് യാതൊരു ശമനവും കാണുന്നില്ല.
ചോറ് ഒരു വറ്റ് പോലും അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്നില്ല. ഔഷധത്തിനേക്കാളും കൂടുതൽ ശക്തി രോഗത്തിനാണ്. അതുകൊണ്ട് തന്നെ രോഗമാണ് ജയിക്കുന്നത്. രോഗത്തെ ജയിക്കാൻ കഴിയാതെ വരുന്നു. രോഗശാന്തിയില്ലാതെ ഭർത്താവ് രാത്രിയും പകലും വിഷമിക്കുകയാണ്. വിഷമങ്ങൾ ഒട്ടും അവസാനിക്കാതെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ജീവിതത്തിൽ? ഈ ഭർത്താവിൻ്റെ ജീവിതത്തിൽ. താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ആരോടാണ് പറയുക എന്നാണ് ശീലാവതി വേവലാതിപ്പെടുന്നത്. ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ? ധനികരായ ബ്രാഹ്മണരുടെ ഇല്ലങ്ങളിലൊക്കെ തെണ്ടി നടന്ന് ഭിക്ഷയെടുത്ത് നെല്ലും അരിയും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നെല്ല് കുത്തി അരിയിലെ കല്ലൊക്കെ കളഞ്ഞ് ഭർത്താവ് എന്താണോ എങ്ങനെയാണോ ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് അതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ തീരെ രുചിയില്ല എന്നാണ് ഈ ഭർത്താവ് പറയുന്നത്. കൊല്ലുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്ന കൊള്ളിവാക്കുകളല്ലാതെ നല്ലൊരു വാക്കുപോലും അദ്ദേഹം പറയില്ല. കൊല്ലുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്ന കൊള്ളിവാക്കുകളല്ലാതെ നല്ലൊരു വാക്കുപോലും അദ്ദേഹം പറയില്ല. തുടർന്ന് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തു നിന്നും താൻ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് അണമുറിയാതെ ശീലാവതി പരിഭവം കൊള്ളുന്നു. തുടർന്ന് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തുനിന്നും താൻ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് അണമുറിയാതെ ശീലാവതി പരിഭവം കൊള്ളുന്നു. എന്തിലും ഭർത്താവ് കുറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. എടുത്താലും കുറ്റം, ഞാൻ എടുത്തില്ലെങ്കിലും കുറ്റം, ഇനി കൊടുത്താലും കുറ്റം, കൊടുത്തില്ലെങ്കിലും കുറ്റം, അടുത്താലും കുറ്റം, അടുത്തില്ലെങ്കിലും കുറ്റം, കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കുറ്റം, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുറ്റം, എരിച്ചാലും എരിച്ചില്ലെങ്കിലും കുറ്റം. ഇങ്ങനെ ജനിച്ചതിൽ പിന്നെ കുറ്റങ്ങളും കുറവുകളുമല്ലാതെ ഒന്നും തന്നെ പറ്റി താൻ എന്ത് ചെയ്തിട്ടില്ല, കേൾക്കാനില്ല എന്ന നിരാശ ശീലാവതി പങ്കുവെക്കുന്നു. തുടർന്ന് ശീലാവതി പറയുന്നു, ഒരു തരത്തിലുള്ള മറിമായങ്ങളും അഭിനയവും തനിക്കറിയില്ല, കള്ളത്തരം കാണിക്കാനൊന്നും എനിക്കറിയില്ല. ഭർത്താവിനോട് യാതൊരു ബഹുമാനക്കുറവും തനിക്കില്ല. അതായത് തനിക്ക് കള്ളത്തരമോ അഭിനയമോ കാണിക്കാൻ അറിയില്ല. എന്നിട്ടും തനിക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം ഭർത്താവിൽ നിന്ന് ഇത്തരം കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നത്. ഭർത്താവിൻ്റെ കുഴപ്പമില്ല, അതും തൻ്റെ ജാതകദോഷം കൊണ്ടാണെന്നാണ് പറയുന്നത്. അവിടെയും ഭർത്താവിനെ നന്നാക്കി പറയുന്നു. ആ ജാതകദോഷം തീരാനും പോകുന്നില്ല. കാരണം അത് സ്ത്രീ ജീവിതത്തിൻ്റെ സാമാന്യ വിധിയാണെന്ന് ശീലാവതി പറയുന്നു. തൻ്റെ ജാതകദോഷം ഒന്നുകൊണ്ട് മാത്രമാണ് മുനികുമാരന് എല്ലാ കുറ്റവും ഏറ്റ് താൻ നശിക്കേണ്ടി വരുന്നതെന്ന് ശീലാവതി സ്വയം സമാധാനിക്കുന്നു. സെറ്റാണല്ലോ. ഇതായിരുന്നു നമ്മുടെ പാഠസംഗ്രഹം. ഇനി നോക്കുക ചോദ്യോത്തരം. ഭർത്താവിനെ കുറിച്ചുള്ള ശീലാവതിയുടെ പരാതികൾ എന്തെല്ലാമായിരുന്നു? ഭർത്താവിനെ കുറിച്ചുള്ള ശീലാവതിയുടെ പരാതികൾ: ഉഗ്രസ്രവസ് എന്ന ക്ഷിപ്രകോപിയും ദുശീലക്കാരനുമായ മുനികുമാരനെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ എത്ര കണ്ട് പരിചരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ രോഗത്തിനും സ്വഭാവത്തിനും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നതാണ് ശീലാവതിയുടെ പരിഭവങ്ങളുടെ കാതൽ. ധനികരായ ബ്രാഹ്മണരുടെ ഇല്ലങ്ങളിലൊക്കെ തെണ്ടി നടന്ന് അല്ലെങ്കിൽ ഭിക്ഷയെടുത്ത് നെല്ലും അരിയുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നെല്ലുകുത്തി അരിയിലെ കല്ലൊക്കെ കളഞ്ഞ് ഭർത്താവ് എന്താണോ എങ്ങനെയാണോ ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് അതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ തീരെ രുചിയില്ല എന്നാണ് ഭർത്താവ് പറയുന്നത്. കൊല്ലുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്ന കൊള്ളിവാക്കുകളല്ലാതെ നല്ലൊരു വാക്ക് പോലും അദ്ദേഹം പറയില്ല. എന്തെല്ലാം ഔഷധങ്ങൾ കൊടുത്തിട്ടും ഭർത്താവിൻ്റെ രോഗത്തിന് ഒരു ശമനവും ഉണ്ടാവുന്നില്ല. ഭർത്താവിൻ്റെ അടുത്തു നിന്നും താൻ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് അണമുറിയാതെ ശീലാവതി പരിഭവം കൊള്ളുന്നു. എന്തിലും അദ്ദേഹം കുറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. എടുത്താലും കുറ്റം, എടുത്തില്ലെങ്കിലും കുറ്റം, കൊടുത്താലും കുറ്റം, കൊടുത്തില്ലെങ്കിലും കുറ്റം, അടുത്താലും അടുത്തില്ലെങ്കിലും, കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, എരിച്ചാലും എരിച്ചില്ലെങ്കിലും, ഇങ്ങനെ എല്ലാത്തിലും തൻ്റെ ഭർത്താവ് തന്നെ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ തന്നെ കുറവ് പറഞ്ഞ് നശിപ്പിക്കുകയാണ് തൻ്റെ ഭർത്താവ് എന്ന് ശീലാവതി പരിഭവം കൊള്ളുന്നു. സെറ്റ്. ഇനി പുരാണ കഥയിലെ ശീലാവതിയിൽ നിന്ന് നമ്പ്യാരുടെ ശീലാവതി എങ്ങനെ വ്യത്യസ്തയായിരിക്കുന്നു? ഒരു കുറിപ്പ് തയ്യാറാക്കുക. പുരാണത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ശീലാവതി അതായിരിക്കണം സ്ത്രീ മാതൃക എന്നാണ് പലപ്പോഴും യാഥാസ്ഥിതികർ എന്ത് ചെയ്യാറുള്ളത്, ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് കുഞ്ചൻ നമ്പ്യാരുടെ ശീലാവതി എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കുക. 6 മാർക്കിന് വരുന്ന ചോദ്യമാണ്. നോക്കുക, നമ്മുടെ പുരാണ കഥകളിൽ ഉത്തമയായ ഭാര്യയുടെ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രമാണ് ശീലാവതി. കുലീനയും സൽസ്വഭാവിയും പതിവ്രതാരത്നവുമായി അവതരിപ്പിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രം.
ഭർതൃപരിചരണം ജീവിത വ്രതമാക്കിയ ഒരു സ്ത്രീയായിരുന്നു ശീലാവതി. പൊതുവെ സ്ത്രീകളെ അടിമത്തത്തിന് കീഴിൽ നിലനിർത്താനുള്ള ഒരു പ്രതീകമായിട്ടാണ് ഈ ശീലാവതിയെ അവതരിപ്പിക്കാറുള്ളത്. അതായത് പുരുഷ മേധാവിത്വത്തിന് കീഴിൽ പൂർണ്ണമായും വഴങ്ങുന്ന ഒരു പരമ്പരാഗത സ്ത്രീബിംബ മാതൃകയായിട്ടാണ് ശീലാവതിയെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഭർത്താവിൻ്റെ ഏത് കൊള്ളരുതായ്മയെയും യാതൊരു പരിഭവവുമില്ലാതെ യാതൊരു മറുവാക്കുമില്ലാതെ അനുസരിക്കുന്ന ശീലാവതിയെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിൽ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ശീലാവതി ചരിത്രത്തിൽ അവതരിപ്പിച്ചതായി കാണാം. എങ്ങനെയാണ്? പുരുഷാധിപത്യ വ്യവസ്ഥയ്ക്ക് വിധേയയാണെങ്കിലും മുറുമുറുപ്പില്ലാതെ എല്ലാം സഹിക്കുന്ന ശീലാവതിയെയല്ല നാം ഇവിടെ കാണുന്നത്. നോക്കുക, പുരുഷാധിപത്യ വ്യവസ്ഥയ്ക്ക് വിധേയയാണെങ്കിലും മുറുമുറുപ്പില്ലാതെ എല്ലാം സഹിക്കുന്ന ശീലാവതിയെയല്ല നാം ഇവിടെ കാണുന്നത്. താൻ അനുഭവിക്കുന്ന പരിഹാസവും പീഡനവും ആത്മശൈഥില്യവും എന്താണെന്ന് ഇവിടുത്തെ ശീലാവതി കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കൊല്ലുന്നതിനേക്കാളും ശല്യമായിട്ടുള്ള കൊള്ളിവാക്കല്ലാതെ ചൊല്ലുകില്ല അദ്ദേഹം എന്ന വരികളിലൂടെ കുടുംബാന്തരീക്ഷത്തിൽ താൻ അനുഭവിക്കുന്നത് മാനസിക പീഡനമാണെന്ന് തിരിച്ചറിയുന്ന ശീലാവതിയെ നമുക്ക് കാണാം. തൻ്റെ ഭർത്താവിൻ്റെ അടുത്തുനിന്നും താൻ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് അണമുറിയാതെ ശീലാവതി പരിഭവം കൊള്ളുന്നുണ്ട്. കുടുംബജീവിതത്തിൻ്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റി യാചിച്ചു കൊണ്ടുവന്ന അരി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു നല്ല വാക്ക് പോലും കിട്ടുന്നില്ല എന്നത് പോകട്ടെ, ക്രൂരമായ വാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്നു. ഇങ്ങനെ താൻ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ തുറന്നു പറയുന്ന ശീലാവതി അതുവരെ സാഹിത്യത്തിൽ അവതരിപ്പിക്കപ്പെട്ട ശീലാവതി എന്ന സ്ത്രീബിംബ മാതൃകയ്ക്ക് ചേർന്നവളല്ല. തൻ്റെ നിരാശയും പ്രതിഷേധവുമൊക്കെ ശീലാവതി തുറന്നു പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ പാഠഭാഗത്ത് കാണുന്നത്. സെറ്റാണല്ലോ മക്കളെ? അപ്പോൾ പാഠസംഗ്രഹം സെറ്റാക്കുക, ഈ 2 ചോദ്യോത്തരങ്ങളും സെറ്റാക്കുക. പരീക്ഷയ്ക്ക് എന്തെയില്ല ഒരു പ്രയാസം നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. ഓക്കെ, താങ്ക് യു.